അന്താരാഷ്ട്ര നയതന്ത്ര മേഖലയെ ഞെട്ടിച്ചുകൊണ്ട് അമേരിക്കയുടെ പശ്ചിമേഷ്യൻ തന്ത്രങ്ങൾക്ക് വലിയ തിരിച്ചടിയാകുന്ന പുതിയ വെളിപ്പെടുത്തലുകൾ പുറത്തു വന്നിരിക്കുകയാണ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ ഇറാൻ തങ്ങളുടെ തന്ത്രപ്രധാനമായ സൈനിക വിമാനങ്ങൾ പാകിസ്ഥാനിലെ സുരക്ഷിത താവളങ്ങളിലേക്ക് മാറ്റിയെന്നാണ് അമേരിക്കൻ ഉദ്യോഗസ്ഥർ ആരോപിക്കുന്നത്. അമേരിക്കൻ സൈന്യത്തിന്റെ കണ്ണ് വെട്ടിച്ച് നടത്തിയ ഈ നീക്കം പശ്ചിമേഷ്യയിലെയും തെക്കൻ ഏഷ്യയിലെയും സുരക്ഷാ സമവാക്യങ്ങളെ പൂർണ്ണമായി മാറ്റിമറിക്കുന്ന ഒന്നാണ്. രാവൽപിണ്ടിക്ക് സമീപമുള്ള തന്ത്രപ്രധാനമായ നൂർഖാൻ എയർബേസിലേക്കാണ് ഇറാൻ തങ്ങളുടെ സൈനിക വിമാനങ്ങൾ മാറ്റിയതെന്ന് വാഷിംഗ്ടൺ അവകാശപ്പെടുന്നു. ഇതിൽ നിരീക്ഷണ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന അത്യാധുനികമായ RC-130 വിമാനവും ഉൾപ്പെടുന്നു എന്നത് സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട്. അമേരിക്കയുടെ ഒരു പ്രധാന സഖ്യകക്ഷിയായി അറിയപ്പെടുന്ന പാകിസ്ഥാൻ ഇറാന്റെ വിമാനങ്ങൾക്ക് അഭയം നൽകി എന്നത് വൈറ്റ് ഹൌസിനെ പ്രകോപിപ്പിച്ചിരിക്കുകയാണ്. വെടിനിർത്തൽ കാലയളവിൽ പോലും അമേരിക്കയെ വിശ്വസിക്കാൻ ഇറാൻ തയ്യാറല്ല എന്നതിന്റെ വ്യക്തമായ സൂചനയാണിത്. തങ്ങളുടെ സൈനിക ശക്തിയെ തകർക്കാൻ ട്രംപ് ഭരണകൂടം ശ്രമിക്കുമെന്ന് ഭയന്നാണ് ഇറാൻ ഇത്തരമൊരു രഹസ്യ നീക്കം നടത്തിയത്. സൈനിക വിമാനങ്ങൾക്ക് പുറമെ ഇറാന്റെ സിവിലിയൻ വിമാനങ്ങൾ അഫ്ഗാനിസ്ഥാനിലെ വിവിധ വിമാനത്താവളങ്ങളിൽ പാർക്ക് ചെയ്തിരിക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട്. താലിബാൻ ഭരണകൂടത്തിന്റെ കീഴിലുള്ള അഫ്ഗാനിസ്ഥാൻ ഇറാന് ഇത്തരമൊരു സൗകര്യം ഒരുക്കി നൽകിയത് അമേരിക്കയെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നു. മേഖലയിലെ സംഘർഷം അതിരൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ഇറാന്റെ വിമാനങ്ങൾ ചിതറി പാർക്ക് ചെയ്യുക വഴി അവയെ ഒന്നിച്ചു നശിപ്പിക്കാനുള്ള അമേരിക്കൻ ശേഷി കുറയ്ക്കാൻ ഇത് സഹായിക്കും. എന്നാൽ പാകിസ്ഥാനും താലിബാൻ അധികൃതരും ഈ ആരോപണങ്ങളെ ശക്തമായി നിഷേധിച്ചിരിക്കുകയാണ്. തങ്ങളുടെ മണ്ണിൽ ഇറാൻ വിമാനങ്ങൾക്ക് യാതൊരുവിധ സ്ഥാനവും നൽകിയിട്ടില്ലെന്നാണ് ഇരുവരുടെയും ഔദ്യോഗിക നിലപാട്. ഈ നിഷേധങ്ങൾക്കിടയിലും അമേരിക്കൻ ഇന്റലിജൻസ് നൽകുന്ന വിവരങ്ങൾ ഉപഗ്രഹ ചിത്രങ്ങളുടെയും മറ്റ് സാങ്കേതിക തെളിവുകളുടെയും അടിസ്ഥാനത്തിലുള്ളതാണെന്ന് വാഷിംഗ്ടൺ ആവർത്തിക്കുന്നുണ്ട്. അമേരിക്കയുടെ ഈ വെളിപ്പെടുത്തലുകൾ വരുന്നത് ചൈനയും പാകിസ്ഥാനും തമ്മിലുള്ള സൈനിക ബന്ധം വൻതോതിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിലാണ്. പശ്ചിമേഷ്യയിൽ ചൈനയുടെ സ്വാധീനം വർദ്ധിക്കുന്നതും പാകിസ്ഥാനിലൂടെ ഇറാന് ലഭിക്കുന്ന പിന്തുണയും അമേരിക്കയുടെ ആധിപത്യത്തിന് ഭീഷണിയാണ്. ഹോർമുസ് കടലിടുക്കിന് സമീപം ഇപ്പോഴും ചെറിയ തോതിലുള്ള ഏറ്റുമുട്ടലുകൾ തുടരുന്നു എന്നത് വെടിനിർത്തൽ കരാർ എത്രത്തോളം ദുർബലമാണെന്ന് കാണിക്കുന്നുണ്ട്. ലോകത്തിലെ പ്രധാന എണ്ണക്കടത്തുപാതയായി ഇവിടെ ഇറാൻ നടത്തുന്ന നീക്കങ്ങൾ ആഗോള സാമ്പത്തിക വിപണിയെ അസ്വസ്ഥമാക്കുന്നുണ്ട്. ഇറാന്റെ ഏറ്റവും പുതിയ ആവശ്യങ്ങൾ ട്രംപ് തള്ളിക്കളഞ്ഞത് സംഘർഷം വീണ്ടും വർദ്ധിപ്പിക്കാൻ കാരണമായിട്ടുണ്ട്. ഉപരോധങ്ങൾ പൂർണ്ണമായും നീക്കണമെന്ന ഇറാന്റെ ആവശ്യം അമേരിക്ക അംഗീകരിച്ചിട്ടില്ല. ഈ സാഹചര്യത്തിൽ വെടിനിർത്തൽ എന്നത് വെറും ഒരു താൽക്കാലിക വെടിനിർത്തൽ മാത്രമാണെന്നും ഏത് നിമിഷവും ഒരു സമ്പൂർണ്ണ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടേക്കാമെന്നും നിരീക്ഷകർ കരുതുന്നുണ്ട്. നൂർഖാൻ എയർബേസ് പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഏറ്റവും സുപ്രധാനമായ കേന്ദ്രങ്ങളിലൊന്നാണ്. അവിടെ ഇറാന്റെ നിരീക്ഷണ വിമാനങ്ങൾക്ക് ഇടം നൽകുക വഴി പാകിസ്ഥാൻ വലിയൊരു നയതന്ത്ര റിസ്ക് ആണ് എടുത്തിരിക്കുന്നത്. അമേരിക്കയുമായുള്ള ബന്ധം വഷളാകാൻ ഇത് കാരണമാകുമെങ്കിലും ഇറാന്റെയും ചൈനയുടെയും പിന്തുണ ഉറപ്പാക്കാൻ പാകിസ്ഥാന് ഈ നീക്കം ആവശ്യമാണെന്ന് തോന്നുന്നുണ്ടാകാം. അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം ഇറാനുമായുള്ള ബന്ധം തങ്ങളുടെ സാമ്പത്തിക നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ്. ഇറാൻ വിമാനങ്ങൾക്ക് സംരക്ഷണം നൽകുന്നതിലൂടെ അവർ തങ്ങളുടെ പ്രാദേശിക സൗഹൃദം ഉറപ്പിക്കുകയാണ്. അമേരിക്കൻ സൈന്യം അഫ്ഗാൻ വിട്ടതിന് ശേഷം രൂപപ്പെട്ട പുതിയ സാഹചര്യത്തിൽ ഇത്തരം നീക്കങ്ങൾ പ്രതീക്ഷിച്ചിരുന്നതാണെന്ന് ചില വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. ട്രംപിന്റെ നയതന്ത്ര നീക്കങ്ങൾ പലപ്പോഴും പ്രവചനാതീതമാണ്. വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിനു പിന്നാലെ ഇറാൻ ഇത്തരം ഒരു വഞ്ചന കാട്ടിയെന്ന് അദ്ദേഹം വിശ്വസിച്ചാൽ അത് കടുത്ത സൈനിക നടപടികളിലേക്ക് നയിക്കാം. അമേരിക്കയുടെ സഖ്യകക്ഷികൾ പോലും തങ്ങളെ ചതിക്കുന്നു എന്ന തിരിച്ചറിവ് വാഷിംഗ്ടണിനെ കൂടുതൽ ഒറ്റപ്പെടുത്തും. ഇറാൻ സൈന്യത്തിന്റെ RC-130 വിമാനങ്ങൾ വളരെ തന്ത്രപ്രധാനമായ വിവരങ്ങൾ ശേഖരിക്കാൻ ശേഷിയുള്ളവയാണ്. അവ പാകിസ്ഥാൻ മണ്ണിൽ ഇരുന്നു കൊണ്ട് അമേരിക്കൻ കപ്പലുകളുടെയും സൈന്യത്തിന്റെയും നീക്കങ്ങൾ നിരീക്ഷിക്കുന്നുണ്ടാകാം. ഈ ആശങ്ക അമേരിക്കൻ പ്രതിരോധ വകുപ്പിനുണ്ട്. ഇത് മേഖലയിലെ അമേരിക്കൻ സൈനികരുടെ സുരക്ഷയെ നേരിട്ട് ബാധിക്കുന്ന കാര്യമാണ്. ചൈന പാകിസ്ഥാൻ സൈനിക സഹകരണം ഈ നീക്കത്തിന് പിന്നിൽ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. ഇറാനെയും പാകിസ്ഥാനെയും ഒരുമിപ്പിച്ച് അമേരിക്കയ്ക്കെതിരെ ഒരു വലിയ പ്രതിരോധ നിര തീർക്കാൻ ചൈന ശ്രമിക്കുന്നു. സീപെക് പദ്ധതിയുടെ ഭാഗമായി വികസിപ്പിച്ചെടുക്കുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ സൈനിക ആവശ്യങ്ങൾക്കായി ഉപയോഗപ്പെടുത്തുമെന്ന അമേരിക്കയുടെ ഭയം ഇവിടെ സത്യമാവുകയാണ്. ഇറാന്റെ സിവിലിയൻ വിമാനങ്ങൾ അഫ്ഗാനിസ്ഥാനിൽ പാർക്ക് ചെയ്യുന്നത് മറ്റൊരു തന്ത്രമാണ്.
യുദ്ധമുണ്ടായാൽ സിവിലിയൻ വിമാനങ്ങളെ ആക്രമിക്കുന്നത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാകും. ഈ പഴുതുപയോഗിച്ച് തങ്ങളുടെ വിമാനങ്ങളെ സംരക്ഷിക്കാനാണ് ഇറാൻ ശ്രമിക്കുന്നത്. ഇത് അമേരിക്കയുടെ ആക്രമണ പ്ലാനുകളെ സങ്കീർണമാക്കും. ഹോർമസ് കടലിടുക്കിലെ സംഘർഷം കുറയ്ക്കാൻ വെടിനിർത്തൽ സഹായിക്കുമെന്ന് കരുതിയിരുന്നെങ്കിലും യാഥാർത്ഥ്യം മറിച്ചാണ്. ഇറാൻ തങ്ങളുടെ സൈനിക വിന്യാസം പുനഃക്രമീകരിക്കാൻ ഈ സമയം ഉപയോഗപ്പെടുത്തുകയാണ് ചെയ്തത്. ഇത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പാളിച്ചയായി മാറുന്നു. പാകിസ്ഥാന്റെ നിലപാട് ഇന്ത്യയുമായുള്ള അവരുടെ ബന്ധത്തെയും ബാധിച്ചേക്കാം. ഇറാൻ പാകിസ്ഥാൻ അച്ചുതണ്ട് രൂപപ്പെടുന്നത് മേഖലയിലെ സുരക്ഷാ സന്തുലിതാവസ്ഥയെ തെറ്റിക്കും. ചൈനയുടെ തണലിൽ വളരുന്ന ഈ സഖ്യം ഇന്ത്യയെ പോലെയുള്ള രാജ്യങ്ങൾക്ക് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. വെടിനിർത്തൽ തകർച്ചയുടെ വക്കിലാണെന്ന റിപ്പോർട്ടുകൾ ആഗോള വിപണിയിൽ എണ്ണവില വർദ്ധിക്കാൻ കാരണമായിട്ടുണ്ട്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഈ പോരാട്ടം വെറും ഒരു വാക്കേറ്റമല്ല, മറിച്ച് ആഗോള ക്രമത്തെ തന്നെ ബാധിക്കുന്ന ഒന്നാണ്. ട്രംപ് ചൈന സന്ദർശിക്കാനിരിക്കെ ഈ വാർത്തകൾ പുറത്തു വരുന്നത് അദ്ദേഹത്തിന്റെ നയതന്ത്ര നീക്കങ്ങളെ പ്രതിരോധത്തിലാക്കും. താലിബാൻ അധികൃതരുടെ നിഷേധം അന്താരാഷ്ട്ര സമൂഹത്തെ എത്രത്തോളം വിശ്വസിക്കുമെന്ന് കണ്ടറിയണം. അഫ്ഗാൻ ഭീകരവാദത്തിനോ മറ്റ് രാജ്യങ്ങൾക്കെതിരെയുള്ള നീക്കങ്ങൾക്കോ ഉപയോഗിക്കാൻ അനുവദിക്കില്ലെന്ന ദോഹ കരാറിലെ വ്യവസ്ഥകളുടെ ലംഘനമായാണ് അമേരിക്ക ഇതിനെ കാണുന്നത്. വാഷിംഗ്ടണും ടെഹ്റാനും തമ്മിലുള്ള വിശ്വാസ തകർച്ച പരിഹരിക്കാനാകാത്ത വിധം വർദ്ധിച്ചിരിക്കുന്നു. ഓരോ നീക്കവും സംശയത്തോടെയാണ് ഇരുപക്ഷവും കാണുന്നത്. സമാധാനത്തിനായുള്ള ശ്രമങ്ങൾ യുദ്ധത്തിനായുള്ള തയ്യാറെടുപ്പുകളായി മാറുന്ന കാഴ്ചയാണ് അതിർത്തികളിൽ കാണുന്നത്. ഇറാന്റെ വിമാനങ്ങൾ പാകിസ്ഥാനിലേക്കും അഫ്ഗാനിസ്ഥാനിലേക്കും മാറ്റിയെന്ന വെളിപ്പെടുത്തൽ ഒരു വലിയ കൊടുങ്കാറ്റിന്റെ മുന്നോടിയാണ്. ഇത് സഖ്യകക്ഷികൾ തമ്മിലുള്ള ബന്ധം വഷളാക്കുകയും പുതിയൊരു പ്രാദേശിക യുദ്ധത്തിന് വഴിമരുന്നിടുകയും ചെയ്തേക്കാം. ട്രംപിന്റെ അടുത്ത നീക്കം എന്തായിരിക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും വരും ദിവസങ്ങളിലെ ലോകരാഷ്ട്രീയം.